JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ മീനമാസം 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അപൂർവമായ ചില ഗ്രഹങ്ങളുടെ സംഗമമുണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു യോജിപ്പ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ മീനൻ രാശിയിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളും അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ തന്നെ അതിൻ്റേതായ ചില ചലനങ്ങളും ചില മാറ്റങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഈ ഗ്രഹങ്ങൾക്ക് കഴിയും. അത് വ്യക്തിപരമായി പറയുമ്പോഴാണ് ഓരോരുത്തരുടെയും രാശിയും നാളും ലഗ്നവും ഒക്കെ നോക്കിയുള്ള ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സൂര്യനും ബുധനും ശുക്രനും ശനിയും രാഹുവും ഇത്രയും ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒത്തുകൂടി നിൽക്കുകയാണ്. മീനൻ രാശിയിൽ ഇതൊന്നിച്ച് സംഗമിക്കുന്നു. ആദ്യത്തെ 2 ദിവസം ഇവരോടൊപ്പം ചന്ദ്രനും കൂടി ചേരുകയാണ്. ഇത് അസാധാരണമായി വരുന്ന ഒരു കൂടിച്ചേരലാണ്. കാരണം ഇത് സർവ്വസാധാരണമായിട്ട് ഇത്രയും ഗ്രഹങ്ങളൊന്നും ഒരു രാശിയിൽ വരുന്ന സാധാരണമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാശിയിൽ 7 ഗ്രഹങ്ങൾ കൂടിച്ചേർന്ന ഒരു സമയമുണ്ടായിരുന്നു. മാർച്ച് 29 മുതൽ ഏപ്രിൽ 13 വരെയുള്ള സമയത്തെ കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് പല മേഖലയിലും ചലനവും മാറ്റവും ഒക്കെ ഉണ്ടാക്കും. വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയ രംഗത്തും ഇന്ന് നിലനിൽക്കുന്ന പല കാര്യങ്ങളിലും ഒരു ചലനമുണ്ടാക്കാൻ കാരണമാകാം എന്നാണ് അസ്ട്രോളജി പറയുന്നത്. പൊതുവെ പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും ഈ ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ വന്നാലുള്ള ഫലങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കണം. കാരണം ഇത്രയും ഗ്രഹങ്ങളുണ്ടല്ലോ. ഇവിടെ ബുധനെയും ശനിയെയും എടുക്കുമ്പോൾ ഈ 2 ഗ്രഹങ്ങളും വക്രഗതിയിലാണ്. ബുധൻ നീചനാണ്, ശുക്രൻ ഉച്ചനുമാണ്. ഇനി ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കിയാൽ സൂര്യൻ രേവതി നക്ഷത്രത്തിലും ചന്ദ്രൻ ഉത്രട്ടാതി രേവതി നാളിലും ബുധൻ പൂരിട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിലും ശുക്രനും അതുപോലെ പൂരിട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ. ഈ വക്രഗതി എന്ന് പറയുമ്പോൾ പുറകോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ബുധൻ ഉത്രട്ടാതിയിൽ നിന്ന് പൂരിട്ടാതിയിലേക്ക് സഞ്ചരിക്കും, വ്യാഴം ഉത്രട്ടാതിയിൽ നിന്ന് പൂരിട്ടാതിയിലേക്ക് സഞ്ചരിക്കും, തിരികെ സഞ്ചരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ശനിയും രാഹുവും പൂരിട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിയെ സംബന്ധിച്ച് പല സൂചനകൾ പറയുന്നുണ്ട്, പല പേരുകൾ. ഒന്ന്, അത് ജലരാശിയാണ്, ജലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഉഭയരാശിയാണ്, പകൽ ബലമുള്ള രാശിയാണ് അല്ലെങ്കിൽ പകൽ രാശിയാണ്. കീടരാശിയാണ്, ആകാശരാശിയാണ്, സമരാശി മീനൻ രാശിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഓരോ വീഡിയോയും ഈ ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് പറയുന്നത്. മീനൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശി ജലരാശിയാണ്. അപ്പം അത് എങ്ങനെയുള്ള ജലമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ജലാശയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിവിശാലമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സമുദ്രം പോലെ അല്ലെങ്കിൽ സമുദ്രം അതിവിശാലമായ ജലാശയത്തെ ഈ പറഞ്ഞതുപോലെ സമുദ്രത്തെയും അതുപോലെ ജല ഉൽപ്പന്നങ്ങളെ സമുദ്രോൽപ്പന്നങ്ങൾ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ജലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് 3 രീതിയിൽ നമുക്കതിൽ കാണാൻ സാധിക്കുമെന്നുള്ള ജലം എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഏത് വിധത്തിൽ. 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഭൂമിക്കടിയിലുള്ള ജലത്തെയാണ്. മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ എത്രമാത്രം ജലമുണ്ട്, കുളം, കിണർ, ഇതൊക്കെ നമ്മൾ കുഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മണ്ണിനടിയിൽ അല്ലെ എത്ര ആഴത്തിൽ കുഴിക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഭൂമിക്കടിയിലെ ജലം. 7-ാം ഭാവം കൊണ്ട് ഭൂമിയുടെ പുറത്തുകൂടി ഒഴുകിപ്പോകുന്ന ജലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നദീജലമെന്ന് തന്നെ പറയാം. 10-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പതിക്കുന്ന ജലം എന്ന് പറഞ്ഞാൽ മഴവെള്ളം. അപ്പം എത്രമാത്രം മഴയുണ്ടാകാം, എത്രമാത്രം നദീജലം ഉണ്ടാകാം, അല്ലെങ്കിൽ നദി വരണ്ടു പോവുമോ, വെള്ളം ഉണ്ടാകുമോ, ഭൂമിക്കടി വരൾച്ച ഉണ്ടാകുമോ, വെള്ളപ്പൊക്കം ഉണ്ടാകുമോ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ ഓരോ ഗ്രഹങ്ങളുടെ ബന്ധമനുസരിച്ച് 4, 7, 10 ഭാവങ്ങളുടെ സ്ഥിതി നോക്കി പണ്ടും പറയാം ഇപ്പോഴും പറയാം. ഇപ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബൃഹസംഹിത എന്ന ഗ്രന്ഥം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഭാരതത്തെ 12 ഭാഗങ്ങളായിട്ട് ഭാഗിച്ച് മേടൻ രാശി ഏതൊക്കെ ഭാഗത്ത് വരും അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യം, അന്ന് കൊച്ചു രാജ്യങ്ങളാണല്ലോ, ഏതൊക്കെ രാജ്യങ്ങളിൽ വരും, ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചും വ്യക്തമായ സൂചനയുണ്ടായിരുന്നു. നമ്മുടെ ഭാരതം പല കഷണമായി. അതിൽ നിന്ന് പാകിസ്ഥാൻ പോയി, ബംഗ്ലാദേശായി,
അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലും അതുപോലെ തന്നെ അന്നത്തെ പേരുകൾ ഇന്ന് ആ പേര് കേട്ടാലോ എവിടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാകുന്ന രീതിയിലല്ല. കാരണം അത്തരത്തിലുള്ള പദങ്ങളും അത്തരത്തിലുള്ള പേരുകളുമാണ് ഓരോ രാശിയെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ അസ്ട്രോളജിയിലെ ഫലങ്ങൾ പൊതുവായിട്ട് പറയുമ്പോൾ ഇത് ഏത് ഭാഗത്തായിരിക്കാം, ഏത് ദേശക്കാർക്കായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെ സംബന്ധിച്ച് പറയാനുള്ള ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒന്നും അർത്ഥമോ ആ സ്ഥലങ്ങളും അതൊക്കെ ഏത് ഭാഗമാണെന്നോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജലോൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞത് ഐസ്ക്രീം, അതുപോലെ പാനീയങ്ങൾ, മത്സ്യബന്ധനം, അതും സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട മിഠായികൾ. കാരണം വ്യാഴം മധുരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ രാശിയാണ് മീനം. അപ്പോൾ ഐസ്ക്രീം, മിഠായി, പാനീയങ്ങൾ, അതുപോലെ ജലോൽപ്പന്നങ്ങളായ വസ്തുക്കൾ എന്തൊക്കെയായാലും അതെല്ലാം, പിന്നെ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യം, അതുപോലെയുള്ള മുത്തുകൾ, പവിഴങ്ങൾ എന്ന് വേണ്ട എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്നതാണ്, അതുപോലെ എഡ്യൂക്കേഷനെയും സൂചിപ്പിക്കുന്നതാണ്. ആശയവിനിമയം നടത്തുക, പഠിക്കുക, അറിവ് നേടുക, വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കലാപരമായ കഴിവുകളും സാഹിത്യമായ കഴിവുകളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും. പുസ്തകവുമായിട്ടുള്ള ബന്ധം, പഠനം, റിസർച്ച്, അതുപോലെ വിവരങ്ങൾ കൈമാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മീനൻ രാശിയിൽ ഈ ബുധൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുധൻ നല്ല രാശിയല്ല മീനം, കാരണം നീചരാശിയാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വക്രഗതിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചില വീഡിയോ ചെയ്തിട്ടുണ്ട്, നീചഭംഗ രാജയോഗം എന്ന്. നീചത്തിൽ നിൽക്കുന്ന ബുധന് ചില ഭംഗമൊക്കെ വന്ന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ പൊതുവെ പറയുമ്പം ബുധൻ്റെ ആ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മീനൻ രാശി നിൽക്കുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അഥവാ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പറഞ്ഞു ഫലിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ സാമർഥ്യമുള്ള കിഴിഞ്ഞ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം ബുദ്ധിപരമായ അതൊരു വലിയ കഴിവാണ്, സാധാരണ കഴിവൊന്നുമല്ല. അത് നേരായ ബുദ്ധി അല്ലെന്ന് മാത്രം. എന്താണോ ഒരാൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെയാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, അതിന് വേണ്ടുന്ന തൊങ്ങലും പൊടിക്കൈകളും ഒക്കെ ചേർക്കുക. മറ്റുള്ള സത്യവും നീതിയും ഒന്നും ഇവിടെ ബാധകമല്ല. അത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ പൊതുജീവിതത്തിലും രാഷ്ട്രീയത്തിലും പല രംഗത്തും ഉള്ളതുപോലെ ഇതെല്ലാം രാഷ്ട്രീയത്തിലെ അടവ് തന്ത്രങ്ങളെന്നൊക്കെ പറയുന്ന പോലെ. കാരണം അവർ ഇത്തരത്തിലൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ നിലനിൽപ്പ് വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് പൊതുജീവിതത്തിൽ പല മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. കാരണം സത്യമല്ലാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കുക, എന്നിട്ട് കാര്യം സാധിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ അസ്ട്രോളജിയിലും ഉണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബിലും ഉണ്ട്. കാരണം അസ്ട്രോളജിയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അസ്ട്രോളജിയുടെ പേര് പറഞ്ഞ് അതിവിദഗ്ധമായി പ്രചരിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജ്യോതിഷമായിരിക്കും, അറിയാൻ പാടില്ലാത്തവരാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ധനസമ്പാദനം അത് സാധിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ചിലർ ഇല്ലാത്ത ഉയർന്ന പദവികളൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് അസ്ട്രോളജിസ്റ്റായിട്ട് സംസാരിക്കാറുണ്ട്. മറ്റ് ചിലരാണെങ്കിൽ കമൻറ്റ് ഓഫ് ചെയ്യും. കാരണം എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് തോന്നിയാൽ ആർക്ക് വേണമെങ്കിലും ഒരു അഭിപ്രായം പറയാമല്ലോ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ കമൻറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങൊരു പ്രശ്നമില്ലല്ലോ. മറ്റൊന്ന്, ആരാണ് പറയുന്നത്, എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും വ്യക്തമാക്കാതെ, മുഖം കാണിക്കാതെ ശബ്ദം മാത്രം കേൾപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകൾ, ഇതിൽ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളത്. കാരണം നമ്മളതിൻ്റെ വിവരണം എടുത്തു നോക്കുമ്പോൾ അതിൽ
അദ്ദേഹത്തെ സംബന്ധിച്ച് ആരുമായിക്കോട്ടെ എക്സ് ഓർ വൈ സംബന്ധിച്ച് അസ്ട്രോളജിയുമായി എന്താണ് ബന്ധം എന്നുള്ളത് വിവരിച്ച് ആ മേൽവിലാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നേരെ സ്ട്രെയിറ്റ് ലൈനാണെന്ന് വരികിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അസ്ട്രോളജി 1-2 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. 1-2 വർഷം കൊണ്ട് വേണമെങ്കിൽ ബേസിക്കായിട്ട് ചില നമ്മളൊരു ഭാഷ പഠിക്കുമ്പം ബാലപാഠം എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു മുന്നോട്ട് പോകാം എന്ന് മാത്രം. അത്രയെങ്കിലും ഉണ്ടെങ്കിൽ അത്രയെങ്കിലും നല്ലത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബുധൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബുധൻ നീചരാശിയിൽ നിൽക്കും, ഇങ്ങനെ വക്രഗതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ തന്നെ, അതായത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതെ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും അതുപോലെ തന്നെ ഏതു മേഖലയിലായാലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകാം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനി ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പാണ്ഡിത്യത്തെയും കഴിവിനെയും സൂചിപ്പിക്കും. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ അംഗീകാരത്തോടുകൂടി അഭിനന്ദനത്തോടുകൂടി പ്രശസ്തിയും പദവിയും ലഭിക്കുന്ന സാഹചര്യം. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഇവിടെ ഭരണതലത്തിലുള്ളവരെന്നോ അല്ലെന്ന് വരികിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ, ഇപ്പോൾ കലാപരമായ കഴിവുകളൊക്കെ ആണെന്ന് വരികിൽ അത്തരത്തിലുള്ള രീതിയിൽ, അതല്ല മറ്റേതെങ്കിലും, ഏതായാലും ഒരു ഉയർന്ന പദവിയും സ്ഥാനമാനങ്ങളും ഒരു പ്രലോഭനവും പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും എന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ശുക്രനാണ്. ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്, ചന്ദ്രനുമൊക്കെ. അപ്പോൾ അത് ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവരുടെ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും കഴിവിനും വില കൽപ്പിച്ച് കൈപിടിച്ചുയർത്തുന്നതിൻ്റെ പ്രാധാന്യം ലോകത്തെ അറിയും. കാരണം ഉച്ചരാശിയാണ്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ആശമാരുടെ സമരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വിഷയമാകുമെന്നും പല അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആകുമെന്നും ആ സ്പ്ലിറ്റ് ആകുമ്പോൾ തന്നെ പല അഭിപ്രായങ്ങൾ, അതായത് ഒന്നിച്ച് നിൽക്കുന്നവർ തന്നെ 2 അഭിപ്രായം പറയും. എതിർക്കുന്നവരിലും കുറേ ആൾക്കാർ മാറും എന്നൊക്കെയാണെന്ന് പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏത് കാര്യമായാലും അത് കൂടുതൽ പ്രചാരത്തിലെത്തുകയും അവരുടെ ഭാഗം ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുകയും ചിലപ്പോൾ ഗുണവും ഉണ്ടാകും. കാരണം ഇപ്പോൾ ശുക്രൻ വക്രഗതി കൂടി വന്നിരിക്കുന്നു എന്നതുകൊണ്ട്. ഇനി മീനത്തിലേക്ക് വരുന്ന ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി കഷ്ടപ്പെടുന്നവരെയും അതുപോലെ വൃദ്ധജനങ്ങളെയും ഒക്കെ പ്രായം ചെന്നവരെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിയിൽ ശനി വരുമ്പോൾ അവരെ വിശ്വസിക്കാൻ കൊള്ളാം. മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ചിന്തിക്കുന്നവരാണ്. നല്ല മാർഗത്തിൽ എത്ര പ്രയാസപ്പെട്ടായാലും ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ്. ശാന്തശീലം, നീതിബോധം, ധർമ്മനിഷ്ഠ മുതലായവയുള്ളവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, അതായത് മുൻപുണ്ടായിരുന്നവർ ജീവിച്ചത് എങ്ങനെയാണോ, അവർക്കെന്ത് തെറ്റാണോ അല്ലെങ്കിൽ നന്മയാണോ ഉണ്ടായത്, അവരുടെ ഭാഗത്ത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി, ഇതെല്ലാം മനസ്സിലാക്കി മറ്റുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിലും ഭരണതലത്തിലും എത്തിക്കാനുള്ള താല്പര്യം കാണിക്കും എന്നതാണ്. അതിന് പരിഹാരം കാണാനും അവർ നിർദ്ദേശിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തിത്വവും കഴിവും ഒക്കെ ഉള്ളവരാണ് മീനൻ രാശിയിലെ ശനിയെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവരൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അതിൽ പ്രായമുള്ളവർ കാണും, എത്രയോ കാലത്തെ പരിചയസമ്പന്നരായ ആൾക്കാർ കാണും. അവരൊക്കെ ഇപ്പോൾ തഴഞ്ഞ് ഒന്നുമല്ലാത്ത പരുവത്തിലൊക്കെ നിൽക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുന്നവർ ഇപ്പോഴത്തെ ചെയ്തികളിൽ തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളും ഇതൊന്നും പാടില്ലാത്തതാണ് എന്ന് പറയാൻ ആളില്ലാത്ത അവസ്ഥയിൽ അവരിതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒത്തുചേരാം. അതായത് അസ്വസ്ഥതയും പ്രയാസങ്ങളുമൊക്കെ മാറി മിണ്ടാതിരുന്നവരെ ഒന്ന് മിണ്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അതാണ് ശനി. ഇനി രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പം അത് അന്യഭാഷയും രാജ്യാന്തര ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാപട്യം, വളഞ്ഞ വഴി, ദുഷിച്ച ചിന്ത, സ്വാർത്ഥത, ചീത്ത വഴികൾ, അന്യദേശവാസം, വിഷബാധ, ദ്രാവക രൂപത്തിലുള്ള വിഷസാധനങ്ങൾ, വിഷമദ്യം, ലഹരി വസ്തുക്കൾ, കപട സ്നേഹം, മറ്റുള്ളവർ അംഗീകരിക്കാത്തതും അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, സെക്സ് റാക്കറ്റ്, മതം മാറ്റം, കൊട്ടേഷൻ, ആയുധപ്പുര, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു. ഏത് രാശിയിലാണോ രാഹു നിൽക്കുന്നത് ആ രാശിയുടെ
ചില ഫലവും ചില കഴിവുകളുമൊക്കെ അതിനെ സ്വാധീനിക്കും. ഈ പറഞ്ഞ ഓരോ ഗ്രഹത്തിൻ്റെയും അതതിൻ്റെ യഥാർത്ഥ തനി സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഏകദേശ രൂപം. ഇതിനൊക്കെ ഈ കൂടിച്ചേരൽ കൊണ്ടൊരു മാറ്റം വരും. അതായത് പല സ്വഭാവക്കാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ പരസ്പരം സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രകടമായ സ്വഭാവത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും. ഇനി ഇത്രയും ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരുമ്പോൾ നമ്മുടെ അസ്ട്രോളജി പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നൂടെ പറയാം. 4 അതിലധികമോ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന് പ്രവൃജ്യായോഗമെന്നാണ് സാധാരണ അസ്ട്രോളജിയിൽ പറയുന്നത്. പ്രവൃജ്യായോഗം അതായത് ഏതെങ്കിലും കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കാതെ ഒരു നിസ്സംഗഭാവത്തിൽ ഈ ലോകത്ത് പലതും നടക്കും. അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല, നമ്മളായി നമ്മുടെ വഴിയായി എന്ത് സംഭവിച്ചാലും നമുക്കെന്താണ് എന്നൊക്കെയുള്ള ചിന്ത, അതാണ് ഈ നിസ്സംഗത എന്ന് പറയുന്നത്. ഈ പ്രവൃജ്യായോഗത്തിന് പല പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ചില വിവർത്തനങ്ങളിലൊക്കെ പറയുന്നത് ചില വാക്കുകളുണ്ട്, സന്യാസയോഗം എന്നൊക്കെ. അതിൻ്റെ അർത്ഥം സന്യാസിയാകും എന്നൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ പൊതുവെ സാമൂഹിക കാര്യങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഉള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ, അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാനോ അതിനോട് ഇഴുകിച്ചേരാനോ ഒന്നും കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറി ഉള്ളിലേക്ക് ഉൾവലിയുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ സൂചിപ്പിക്കാം. ഇങ്ങനെ പല തരത്തിൽ ഉള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പ്രവർത്തിച്ചു, എന്നിട്ട് നമുക്കെന്ത് ഗുണമുണ്ടായി? അർഹതയില്ലാത്ത പലർക്കും കിട്ടി പലതും. അർഹതയുള്ളവൻ എന്ത് കിട്ടി? സത്യത്തിനും നീതിക്കും ഒരു വിലയുമില്ല. സത്യം മറച്ചു വെച്ച് കാര്യം സാധിക്കാൻ മിടുക്കുള്ളവർ ജയിക്കും. അവർ പലതും നേടും. കഷ്ടപ്പെടുന്നവന് പെരുവഴിയാണ് കിട്ടുന്നത്. ഇതാണ് ഓരോ വിഭാഗത്തിൻ്റെയും ചിന്താഗതിയായിട്ട് വരുന്നത്. പ്രവൃജ്യായോഗത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ചാണ് പറയുന്നത്, സാധാരണക്കാരിലുണ്ടാകുന്ന ചിന്ത. ആഡംബര ജീവിതവും സുഖ സൗകര്യങ്ങളും വലിഞ്ഞു കയറി വന്ന പലർക്കും കിട്ടിയിട്ടുമുണ്ട്. കഷ്ടത അനുഭവിക്കുന്നവർക്കും സമൂഹത്തിന് വേണ്ടി പലതും ചെയ്ത് സമയം കളഞ്ഞവർക്കും എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കഷ്ടപ്പാടല്ലാതെ എന്തു സുഖമാണ് കിട്ടുന്നത്? ചിലർ മാത്രം സുഖിക്കുന്നു. ഇങ്ങനെ പോയാൽ പറ്റില്ല. സ്ത്രീകൾക്കും അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ബുധനും ശനിയും ശുക്രനും നൽകുന്ന ചില സൂചനയാണ്. കാരണം ബുധൻ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് പറയുന്നു, ശനി പ്രായം ചെന്ന ധാരാളം വർഷമായി പ്രയത്നിച്ച് പല അറിവും പല കഴിവും പലതും ചെയ്ത് ഒന്നുമല്ലാതെ മാറി നിൽക്കുന്നവരും തഴഞ്ഞു കളഞ്ഞവരും ആയിട്ടുള്ളവർ. സ്ത്രീകളെന്ന് പറയുമ്പോൾ പലതിനും വേണ്ടി പ്രവർത്തിച്ചവർ, കൂട്ടായ്മയായി ഒരുപാട് കഷ്ടപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഉള്ളവർ, ഇവരുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. ഇനി ബുധൻ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ യുവതീ യുവാക്കളും അവരെ കൂടി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അധികാര സ്ഥാനങ്ങളിൽ എത്തേണ്ടവരാണ് യുവതീ യുവാക്കൾ. കാരണം അടുത്ത തലമുറയാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ഭാവി ജീവിതം എന്നിവയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. അവരെ രാഷ്ട്രീയ താല്പര്യത്തിനും മറ്റു താല്പര്യത്തിനും വേണ്ടി വിനിയോഗിച്ച് ചിലർ നേട്ടം കൊയ്യുന്നു. ബാക്കിയുള്ളവർക്ക് സമയം വെറുതെ കളയുന്നു, അവരുടെ ഭാവി തന്നെ നശിപ്പിക്കുന്നു. ശനി നീതിബോധം, സത്യം, ധർമ്മം എന്നിവ മൂലം പ്രവർത്തിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്ന ചിന്തയിൽ ചിലർ മാറി നിൽക്കും. പ്രായമായാൽ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ദയനീയമായിരിക്കും എന്നും ഒരു കൂട്ടർ ചിന്തിക്കും. ലോകത്തിൻ്റെ ചിന്താഗതി തന്നെ മാറി മാറി വരുന്നു. ശുക്രൻ, ചന്ദ്രൻ, ഈ ഗ്രഹങ്ങൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും അമ്മമാരെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ ഓരോ മേഖല എടുത്താലും പല വെല്ലുവിളികളെയും നേരിടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. സുഖത്തിനും പ്രലോഭത്തിനും പിന്നാലെ പോകുന്ന യുവതീ യുവാക്കൾ രാഹു ബന്ധം തെറ്റായ വഴിയിലൂടെ പോയി ലഹരി സുഖം അനുഭവിക്കാനും ചതിക്കപ്പെടാനും ജീവിതം തന്നെ നശിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഉണ്ടാവുകയാണ്. ഭക്ഷണ സാധനം, പാനീയം, ഐസ്ക്രീം, മിഠായി, അങ്ങനെ പലതും ലഹരി വസ്തുക്കളായി മാറുന്ന ഒരു കാലത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം
എന്തെങ്കിലുമൊക്കെ ലഹരി കലർത്തി ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ അല്പം മുതിർന്നവരെ വരെ വഞ്ചിക്കുകയാണ്. സൂര്യൻ അധികാര സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ എന്ന് പറയുമ്പം രാജാവിനെയും ഭരണാധികാരിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. സർക്കാർ തലത്തിൽ അധികാരം നേടുക, ഉന്നത സ്ഥാനത്തെത്തുക, അതുവഴി ആഗ്രഹിക്കുന്നത് എന്തും നേടാം എന്ന ധാരണ പൊതുവെ ആ രംഗത്തുള്ളവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാലാകാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെക്കാൾ സ്വാധീനം സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ മറച്ചു വയ്ക്കാനും കൂടെ നിൽക്കുന്നവരുടെ തെറ്റുകളെ വെള്ളപൂശി കാണിക്കാനും കഴിവുള്ളവർക്ക് വേണ്ടി എല്ലാ രംഗത്തും സ്വാധീനമുണ്ടാകുന്നു. ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി നിൽക്കുന്നവർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ പലതരത്തിൽ അനുഭവം നൽകുന്ന സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും ഒന്നിച്ചു നിന്ന് പരസ്പരം അവരവരുടെ ജോലി ചെയ്യുമ്പോൾ ശത്രുമിത്ര ഭേദം കൂടി വരുന്നു. ഓരോ ഗ്രഹങ്ങളും പരസ്പരം ചിലത് ശത്രുക്കളായും ചിലത് മിത്രങ്ങളായും ചിലത് സമന്മാരായും ഒക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിയാണ് മീനം. സൂര്യനും ചന്ദ്രനും ബന്ധുക്കളാണ് വ്യാഴത്തിൻ്റെ. വ്യാഴം ധനത്തെ സൂചിപ്പിക്കുന്നതുമാണ്. സൂര്യചന്ദ്രന്മാരെന്ന് പറയുമ്പോൾ ഭരണത്തെ സൂചിപ്പിക്കുന്നതും ഭരണ നേതൃത്വത്തെ സൂചിപ്പിക്കുന്നതുമാണ്. വ്യാഴത്തിൻ്റെ സമനാണ് ശനി. അതായത് ദീർഘകാല പരിചയവും അറിവും കഴിവുമുള്ള പ്രായം ചെന്ന സത്യം, ധർമ്മം, നീതിബോധം എന്നിവയൊക്കെ ഉള്ളവരെ ഭരണതലത്തിലെ അപാകതകൾ, പോരായ്മകൾ ഇവയൊക്കെ ചൂണ്ടിക്കാട്ടാൻ കഴിവുള്ളവരായിട്ട് ഈ ചേഞ്ചിൽ മുന്നോട്ട് വരും എന്നതാണ്. ഇതുവരെ തെറ്റുകുറ്റങ്ങളൊന്നും പറയാൻ ആരുമില്ലായിരുന്നല്ലോ. ഇനി അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കൂടെ നിൽക്കുന്നവർ തന്നെ വരാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ബുധനും ശുക്രനും വ്യാഴത്തിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഭരണം ആഗ്രഹിക്കുന്നവരുടെ ഒരു പിടിവള്ളിയായിട്ട് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഏതു വഴി ചിന്തിച്ചാലും അവരെ നിലനിർത്തേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ഇവരുടെ പല തെറ്റുകളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായി എന്തും ചെയ്യാനുള്ള ധൈര്യവും ലഹരി ഉപയോഗവും സമൂഹത്തിൽ ക്യാൻസർ പോലെ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. കാരണം യുവജനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതായാലും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെ യുവജനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കും. അപ്പോൾ അവരെ കൂടെ നിർത്തി ശക്തി തെളിയിക്കണം. അവരെന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ചാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ല, അവരെ പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ളവരാണെന്ന് കാണിക്കാതെ അവരെ രക്ഷിച്ചെടുക്കുക. അങ്ങനെ വീണ്ടും 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 കുറ്റകൃത്യത്തിലേക്ക് പോവുക. ഇതാണ് ഈ സമൂഹം ക്യാൻസർ പോലെ നേരിടുന്ന ഒരു വിഷയം. ഇന്ന് സമൂഹം നേരിടുന്ന പല കാര്യങ്ങളെയും എല്ലാ മേഖലയിൽ ഉള്ളവർക്കും വിവിധ തലത്തിൽ ചിന്തിപ്പിക്കാനും പ്രതികരിക്കാനും ഉള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഒത്തുചേരൽ എന്ന് പറയുമ്പോൾ. പല ഗ്രഹങ്ങളും ഒത്തുചേരുക, പരസ്പരം യോജിക്കാത്ത പല വിഭാഗങ്ങളും പൊതുവായ ചില കാര്യങ്ങളിൽ ഒന്നിക്കുമ്പോൾ അവരവരുടെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു സ്വഭാവവും, അതുപോലെ നല്ലൊരു വിഭാഗം നിസ്സംഗരായി ഒന്നും ചെയ്യാൻ കഴിയാതെ ഒന്നിലും താല്പര്യമില്ലാതെ എന്തെങ്കിലും ആകട്ടെ നമുക്കെന്തു വേണം എന്ന നിലപാടിലും നിൽക്കുന്നു. ഈ അലസ മനോഭാവത്തെ അഥവാ നിസ്സംഗതയാണ് പ്രവൃജ്യായോഗമായി കാണുന്നത്. ഒന്നിലും താല്പര്യമില്ലാതെ സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്നതും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നതുമാണ് പ്രവൃജ്യ. അതുകൊണ്ടാണ് പണ്ട് ഇതിന് സന്യാസയോഗം എന്നൊന്നും പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലഘട്ടമൊന്നും ആയിരുന്നില്ലല്ലോ അന്ന്. അപ്പോൾ എല്ലാ ലൗകിക ജീവിതത്തിൽ നിന്ന് സുഖങ്ങളും അതും ഇതുമൊക്കെ വെടിഞ്ഞ് ഒരു പ്രത്യേകമായ ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ എന്നൊക്കെയാണ് അന്ന് അതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇങ്ങനെയൊക്കെ ആകാം. ഈ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഗ്രഹങ്ങളുടെ ഒരു യോഗം വളരെ അപൂർവമായിട്ട് എപ്പോഴും ഒന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിൻ്റെ ഫലത്തിലും പൊതുവായ നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും മുഴുവനും ഓരോരുത്തരുടെയും ചിന്താഗതിയിലുമൊക്കെ അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. ഇനി ഇത് അനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം, എന്താണ് ദോഷം എന്നിങ്ങോട്ട് ഫോൺ ചെയ്തോ കമൻറ്റിലോ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. അതിനെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചില്ല. അങ്ങനെ ഫലം വേണമെങ്കിൽ
ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും ഇത്രയും ഗ്രഹങ്ങൾ ഒത്തുകൂടുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചുകൂടി ഇനിയും വീഡിയോ ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയും ഉള്ള കാര്യങ്ങൾ ആലോചിക്കാം. നന്ദി, നമസ്കാരം.